നമസ്കാരം. വടക്ക് കിഴക്കൻ അതിർത്തികളെ ഇത്രയും കാലം വെറും ഒരു ചോരക്കളമാക്കി മാറ്റി നിർത്തിയ ദില്ലിയിലെ പഴയ ലൂട്ടിയൻസ് മാഫിയകൾക്കും വോട്ട് ബാങ്ക് കൊയ്യാൻ വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിച്ച കപട മതേതര കോമാളികൾക്ക് നേരെ മോദി സർക്കാർ കടുപ്പമേറിയ വികസനത്തിന്റെ വജ്രായുധം അങ്ങ് പ്രയോഗിച്ചു. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പൂഴ്ത്തിവെച്ച ഭാരതത്തിന്റെ സ്വന്തം ലക്ഷം കോടിയുടെ കരിയോയിൽ നിധി നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒരൊറ്റ രാത്രി കൊണ്ട് നടപ്പിലാക്കി. മൂന്നാം മോദി സർക്കാരിന്റെ ചങ്കൂറ്റത്തിന് മുന്നിൽ വിഘടനവാദികളും വിദേശ ലോബികളും മുട്ടുമടക്കിയതിന്റെ ചരിത്രപരമായ കൊലമാസ് പ്രഖ്യാപനമാണിത്. അസം നാഗാലാൻഡ് അതിർത്തികളിലെ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ട് 30 വർഷത്തെ ശാപം തീർത്ത് അമിത്ഷാ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ശാപം എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ തന്നെയായിരുന്നു അത്. രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചു നിർത്തി അതിൽ നിന്ന് വോട്ട് ബാങ്ക് കൊയ്യുക എന്നതായിരുന്നു കോൺഗ്രസ് കാലത്തെ കുടിലതന്ത്രം. കഴിഞ്ഞ 30 വർഷത്തിലധികമായി, അതായത് 3 പതിറ്റാണ്ടുകളായി തർക്കപ്രദേശം എന്ന് പറഞ്ഞ് മുള്ളുവേലി കെട്ടി തിരിച്ച് ആർക്കും വിട്ടുകൊടുക്കാതെ കിടന്ന 1000 ചതുരശ്ര കിലോമീറ്ററിലധികം വരുന്ന അതിർത്തി മണ്ണിലാണ് അമിത്ഷാ ഒരൊറ്റ ദിവസം കൊണ്ട് കളി മാറ്റിയത്. അസമും നാഗാലാൻഡും തമ്മിലുണ്ടായിരുന്ന എല്ലാ തർക്കങ്ങളും ചർച്ചയിലൂടെ പരിഹരിച്ചു. കേന്ദ്രവുമായി ചേർന്ന് ഒപ്പുവെച്ച ഈ ത്രികക്ഷി കരാർ ഭാരതത്തിന്റെ ഊർജ്ജ മേഖലയുടെ നട്ടെല്ല് മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. നമുക്കൊന്ന് ആഴത്തിൽ വിലയിരുത്താം. ഈ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നത് കോടാനുകോടി രൂപയുടെ കരിയോയിലും പ്രകൃതിവാതകവുമാണ്. ഇന്ത്യയുടെ സ്വന്തം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പോലും ഈ മണ്ണിലിറങ്ങി പര്യവേഷണം നടത്താൻ ഇത്രയും കാലം ഭയമായിരുന്നു. കാരണം അവിടെ സായുധ സംഘങ്ങളും കലാപകാരികളുമായിരുന്നു ഭരിച്ചിരുന്നത്. എന്നാൽ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന കരുത്തനായ BJP മുഖ്യമന്ത്രി അസമിലും നെഫ്യൂ റിയോ നാഗാലാൻഡിലും ഭരണം പിടിച്ചതോടെ കളിയങ്ങ് മാറി. രണ്ടുപേരെയും ഡൽഹിയിൽ വിളിച്ച് ഒരൊറ്റ മേശയ്ക്ക് ഇരുപുറവും ഇരുത്തി ഇത് എന്റെയും നിന്റെയുമല്ല, ഭാരതത്തിന്റെ മണ്ണാണ്, ഇവിടുത്തെ അവകാശം ജനങ്ങളുടെ അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തിയാണ് അമിത്ഷാ ഈ ചരിത്രം കുറിച്ചത്. ഇതിൽ നിന്ന് ഭാരതത്തിന് കിട്ടാൻ പോകുന്ന നേട്ടം കേട്ടാൽ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടും. സിമ്പിളായി പറഞ്ഞാൽ ഈ 1000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ലക്ഷക്കണക്കിന് ബാരൽ കരിയോയിൽ നിധിയാണ്. ഈ ഒരൊറ്റ ഉടമ്പടി ഒപ്പുവെച്ചതോടെ നിലവിൽ അവിടെ നടക്കുന്ന എണ്ണ ഉൽപാദനം ഒറ്റയടിക്ക് 10 ഇരട്ടിയായാണ് വർദ്ധിക്കാൻ പോകുന്നത്. ഒരൊറ്റ എണ്ണപ്പാടത്ത് നിന്ന് തന്നെ മാത്രം 15,000 കോടി രൂപയുടെ ഇന്ധനമാണ് ഭാരതം അരിച്ചെടുക്കുക. അറബികൾക്കും വിദേശികൾക്കും കോടാനുകോടി രൂപ ഒഴുക്കി എണ്ണയ്ക്കായി കൈനീട്ടുന്ന ആ പഴയ അടിമത്ത ശീലത്തിന് മോദി സർക്കാർ ഇതോടെ ശാശ്വത പരിഹാരം കാണുകയാണ്. കപ്പൽ കയറി വരുന്ന വിദേശ എണ്ണയെ നോക്കി നമ്മളിനി കാത്തിരിക്കേണ്ടി വരില്ല. നമ്മുടെ സ്വന്തം മണ്ണിലെ എണ്ണയെടുത്ത് നമ്മുടെ നാട് വളർത്തും. ഇനി ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ പകുതി അസമിനും പകുതി നാഗാലാൻഡിനും തുല്യമായി വീതിച്ചു നൽകും. വടക്ക് കിഴക്കൻ ജനതയുടെ കയ്യിലേക്ക് വികസനത്തിന്റെ കോടികളാണ് ഇനി ഒഴുകിയെത്താൻ പോകുന്നത്. കോൺഗ്രസ് നശിപ്പിച്ച ഒരു നാടിനെ BJP സർക്കാർ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നത് എന്നതിന്റെ നേർചിത്രം കൂടിയാണിത്. ഇനി ഇതിനേക്കാൾ വലിയൊരു കൊലമാസ് ബോംബാണ് അമിത്ഷാ അവിടെ വെച്ച് പ്രയോഗിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും ഇന്ത്യൻ സൈന്യത്തെയും തമ്മിലടുപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകളും കപട സമാധാനവാദികളും മനുഷ്യാവകാശ പ്രവർത്തകർ ചമയുന്ന ചില ടൂൾ കിറ്റ് മാഫിയകളും എന്നും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്. AFSPA, അതായത് സായുധ സേനകൾക്കുള്ള പ്രത്യേക സുരക്ഷാ അധികാരം. ഭീകരവാദികളെ വേട്ടയാടാൻ സൈന്യത്തിന് നൽകിയ ഈ നിയമത്തിന്റെ പേര് പറഞ്ഞ് എന്നും ഇന്ത്യൻ മിലിറ്ററി അന്താരാഷ്ട്ര തലത്തിൽ വരെ ചീത്ത വിളിക്കാൻ നോക്കിയ കുബുദ്ധികളുടെ കർണത്തേറ്റ കനത്ത പ്രഹരമാണ് അമിത്ഷാ പ്രഖ്യാപിച്ചത്. അടുത്ത വർഷത്തോടെ, അതായത് 2027ഓടെ 1-2 അതിർത്തി പ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ വടക്ക് കിഴക്കൻ ഭാരതത്തിൽ നിന്നും AFSPA നിയമം മോദി സർക്കാർ പൂർണ്ണമായും പിൻവലിക്കും. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ കാലത്ത് വടക്ക് കിഴക്കൻ അതിർത്തികൾ എപ്പോഴും അശാന്തമായിരുന്നു. ഭീകരവാദികളും ചൈനീസ് പ്രോക്സികളും നുഴഞ്ഞുകയറ്റക്കാരും അവിടെ താവളമടിച്ചിരുന്നു. അതുകൊണ്ടാണ് സൈന്യത്തിന് അത്തരം കടുത്ത നിയമങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത്. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തെ BJP ഭരണത്തിൽ അവിടെയുള്ള 80%-ലധികം തീവ്രവാദ ഗ്രൂപ്പുകളെയും ആയുധം വെച്ച് കീഴടക്കാൻ മോദി സർക്കാർ നിർബന്ധിതരായി. തോക്കുകൾക്ക് പകരം യുവാക്കളുടെ കൈകളിൽ ലാപ്ടോപ്പും വികസനവും എത്തിച്ചു. അവിടെ പൂർണ്ണമായ സമാധാനത്തിന്റെ അന്തരീക്ഷം വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ പ്രത്യേക അധികാരം പിൻവലിക്കാൻ സർക്കാരിന് സാധിക്കുന്നത്. വടക്ക് കിഴക്കൻ അതിർത്തികളിൽ സമാധാനവും വികസനവും BJP സർക്കാർ ഉറപ്പാക്കി എന്നതിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് അമിത്ഷായുടെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ പതിറ്റാണ്ടുകളോളം ഭാരതം ഭരിച്ച നെഹ്റു കുടുംബത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ദൂരെയുള്ള വെറുമൊരു അന്യദേശമായിരുന്നു. അവിടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചോ സുരക്ഷയെക്കുറിച്ചോ അവർ ചിന്തിച്ചിരുന്നില്ല. റോഡുകളോ പാലങ്ങളോ ഇല്ലാതെ ആ പ്രദേശം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ഒരു പുനർജന്മമാണ്.
ഇന്ത്യയുടെ ചരിത്രത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ തവണ നേരിട്ട് സന്ദർശിച്ച ഒരേയൊരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി. പ്രധാനമന്ത്രി മാത്രമല്ല, എല്ലാ കേന്ദ്രമന്ത്രിമാരും ഡൽഹിയിലെ AC മുറികളിൽ ഇരിക്കാതെ കൃത്യമായ ഇടവേളകളിൽ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ നേരിട്ടെത്തി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നത് മോദിജിക്ക് നിർബന്ധമായിരുന്നു. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 2019 ശേഷം മാത്രം ഇവിടെ വിവിധ ഗോത്രവർഗ ഗ്രൂപ്പുകളായും സംസ്ഥാന സർക്കാരുകളുമായും കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ച 12ാമത്തെ സമാധാന കരാറാണ്. ഇതിലൂടെ ഈ മേഖലയിലെ അക്രമ സംഭവങ്ങളിൽ 80% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് കാലത്ത് ചോരപ്പുഴ ഒഴുക്കിയ അതിർത്തികളിൽ നിന്ന് അത്യാധുനിക ഹൈവേകളും വലിയ പാലങ്ങളും വ്യവസായങ്ങളുമാണ് ഉയരുന്നത്. ഭാരതത്തിന്റെ വികസനത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്തില്ല എന്ന മോദിജിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന നയത്തിന്റെ പൂർണ്ണ വിജയം കൂടിയാണിത്. ഈ കരാറിന്റെ ഏറ്റവും വലിയ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇത് ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയെ വലിയ രീതിയിൽ സഹായിക്കും എന്നതുകൂടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക എന്നത് മോദി സർക്കാരിന്റെ വലിയൊരു ലക്ഷ്യം തന്നെയാണ്. അതിനായി സ്വന്തം രാജ്യത്തെ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇത്രയും കാലം കിടന്നു നശിച്ച ഈ 1000 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിലെ എണ്ണപ്പാടങ്ങൾ തുറക്കുന്നതിലൂടെ പ്രതിദിനം 10,000 ബാരൽ എണ്ണയാണ് ഭാരതത്തിന് അധികമായി ലഭിക്കാൻ പോകുന്നത്. വിദേശ വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഈ ഒരൊറ്റ ആഭ്യന്തര ഉൽപാദനം വലിയൊരു പങ്ക് വഹിക്കും. അമിത്ഷാ പറഞ്ഞതുപോലെ ഒരൊറ്റ എണ്ണപ്പാടത്ത് നിന്നും 15,000 കോടി രൂപയുടെ ഇന്ധനം വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ വടക്കു കിഴക്കൻ മേഖലയിൽ ആകെ ഒളിഞ്ഞു കിടക്കുന്ന നിധി എത്ര വലുതായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. വികസനവും സാമ്പത്തിക വളർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ നയം BJP സർക്കാരിന്റെ മാത്രം പ്രത്യേകതയാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നൂലാമാലകൾ തീർത്ത് രാജ്യത്തെ ഊർജ്ജസ്വലമാക്കാൻ മോദി സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് ഈ വാർത്ത വീണ്ടും തെളിയിക്കുകയാണ്. സഹകരണ ഫെഡറലിസത്തിന്റെ ഏറ്റവും മികച്ച മാതൃക കൂടിയാണിത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പലപ്പോഴും കേന്ദ്രവുമായും എപ്പോഴും തല്ലുകൂടി നിൽക്കുമ്പോൾ BJP സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യ പുരോഗതിക്കായി എങ്ങനെ കൈകോർക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. അസമും നാഗാലാൻഡും രാജ്യത്തിന്റെ പുരോഗതിക്കായി 2 സംസ്ഥാനങ്ങൾ കൈകോർക്കുമ്പോൾ അത് ഭാരതത്തിന്റെ ആകെ ഊർജ്ജ സുരക്ഷയ്ക്കാണ് കരുത്തു പകരുന്നത്. ദേശീയ സുരക്ഷയ്ക്കും വികസനത്തിനും മുൻഗണന നൽകുന്ന മോദി സർക്കാരിന്റെ ഈ വമ്പൻ ചരിത്ര നീക്കത്തോടെ പ്രതിപക്ഷത്തിന്റെ എല്ലാ കള്ളപ്രചാരണങ്ങളും പൊളിഞ്ഞു വീണിരിക്കുകയാണ്. വടക്കു കിഴക്കൻ ഭാരതത്തെ രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക ഹബ്ബാക്കി മാറ്റുന്ന BJP സർക്കാരിന്റെ ഈ നീക്കത്തെ ഭാരതീയർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇനി നമ്മളെ തടയാൻ ഒരു ശക്തിക്കുമാകില്ല. അതിർത്തികൾ കാക്കുന്ന വികസനം കോരിച്ചൊരിയുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഈ അസാധ്യ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും നമ്മുടെ സ്വന്തം മണ്ണിലെ സമ്പത്ത് ഉപയോഗിക്കാനും സാധിക്കുന്ന ഈ ചരിത്ര കരാറിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.